സ്വാഗതം. യെസ്, എന്റെ കയ്യിൽ നിന്ന് പോയി ബോൾ തിരിച്ചെടുത്ത് വന്നിരിക്കുകയാണ് പ്രവീൺ മച്ചാൻ. അപ്പൊ പ്രവീൺ മച്ചാൻ, എന്താണ് ഇന്നത്തെ പരിപാടി? നീ പറഞ്ഞോ എന്ത് കളഞ്ഞു, എല്ലാം കളഞ്ഞു. സംഭവം വേറെ ഒന്നുമില്ല മച്ചാൻ, വരുന്ന ഒരു ക്യാമ്പിംഗ് ആണ്. വെറും ക്യാമ്പിംഗ് അല്ല, ഇന്നത്തെ ക്യാമ്പിങ്ങിന് ഒരു പ്രത്യേകത. എന്താണ് ആ ക്യാമ്പിങ്ങിന്റെ പ്രത്യേകത? 2 ടീമുണ്ട്, റെഡും ബ്ലൂവും. റെഡും ബ്ലൂവും, റെഡ് ടീമുണ്ട്, ബ്ലൂ ടീമുണ്ട്. അപ്പോൾ ബാക്കി പിള്ളേർ വരാനുണ്ട് കേട്ടോ. അപ്പോൾ സംഭവം വേറെ ഒന്നല്ല, ഇന്നൊരു വെറൈറ്റി ക്യാമ്പിംഗ് തന്നെയാണ്. ഇന്നത്തെ ക്യാമ്പിങ്ങിന് വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നത്തെ ക്യാമ്പിങ്ങിന്റെ ബഡ്ജറ്റ് തീരുമാനിക്കുന്നത് ഞാനോ നീയോ അല്ല, ബോളാണ് തീരുമാനിക്കുന്നത്. ഈ കാണുന്ന സുനാപ്ലിയിൽ ഇതിൽ നമ്മൾ ബോൾ ഇട്ടിട്ട് താഴേക്ക് പോയി പിടരുത്. താഴേക്ക് പോയി കഴിയുമ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ അറ്റത്ത് നോക്കുകയാണെങ്കിൽ 500 ഉണ്ട്, 5000 ഉണ്ട്, 50 ഉണ്ട്, 7000 ഉണ്ട്, 2500 ഉണ്ട്, 250 ഉണ്ട്, 1000 ഉണ്ട്. അങ്ങനെ 7 ബഡ്ജറ്റുകൾ തന്നിട്ടുണ്ട്. ഈ ബോള് 2 ടീമിനും ഇടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഇട്ട് കഴിയുമ്പോൾ ഏത് കിട്ടുന്നോ ആ കിട്ടുന്നവന് പൈസ കിട്ടും അല്ലേ? അതെ, അങ്ങനെയല്ല. ആ ടീമിന് ആ പൈസയ്ക്ക് ബഡ്ജറ്റ് സെറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാനും ആ ഒരു 24 hour ആ ഒരു പൈസ വെച്ച് ക്യാമ്പ് ചെയ്യാനുമുള്ള ചാൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മളെല്ലാ ബോൾ കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ടീമിനെ പരിചയപ്പെട്ടാലോ? പരീക്ഷണത്തിന് സമയമാണ്. അപ്പോൾ നമ്മുടെ ക്യാമ്പിങ്ങിന് വേണ്ട ബഡ്ജറ്റ് സെറ്റിംഗ് ആണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ റെഡ് ടീമിനാണ് ഭാഗ്യ പരീക്ഷണത്തിനുള്ള ഈ ഒരു ബോൾ കൊടുക്കാനായിട്ട് പോകുന്നത്. റെഡ് ടീമിന് വേണ്ടി ആരാണ് ബോൾ ഇടാൻ പോകുന്നത്? ഓക്കെ. അപ്പോൾ ഈ കാണുന്ന ബോർഡിൽ 50 രൂപ തുടങ്ങി 7000 രൂപ വരെ ഉണ്ട്. നല്ലോണം പ്രാർത്ഥിച്ചിട്ട് നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ, റെഡി? 1 2 3 ഗോ. 7000 250 രൂപ ലഭിച്ചിരിക്കുന്നു ടീം റെഡിന്. എന്താണ് ഈ ഒരു അവസരത്തില് പറയാനുള്ളത്? സന്തോഷമുണ്ട്. 250 രൂപയ്ക്ക് ബണ്ണ കിട്ടൂല്ലേ? ബണ്ണും വെള്ളമൊക്കെ 7000 കിട്ടരുത് നിങ്ങൾക്ക്. ഓക്കെ, എന്തായാലും 3 ഉണ്ണി വയറുകൾ നിറയ്ക്കണം ടീം റെഡിന്. അപ്പോൾ 250 രൂപയാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. 24 മണിക്കൂറത്തേക്ക് 3 ഉണ്ണി വയറുകൾ എന്തായാലും നിങ്ങളൊന്ന് പിടിച്ച് ജീവിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി ടീം ബ്ലൂവിന്റെ ടേൺ ആണ്. ടീം ബ്ലൂവിന് വേണ്ടിയിട്ട് ബോൾ ഇടാനായിട്ട് എത്തിയിരിക്കുന്നു മിസ്റ്റർ കിരൺ, ഭൗമി കിരൺ. ഓക്കെ, പ്രാർത്ഥിച്ചില്ലടാ. 7000 ഡംബ ഡംബ ഡടക്ക് ഡംബ 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 ഡടക്ക് ഡംബ. അപ്പൊ ടീം റെഡിന് ലഭിച്ചിരിക്കുന്നു 250, ടീം ബ്ലൂവിന് ലഭിച്ചിരിക്കുന്നു 7000. അപ്പൊ മച്ചന്മാരെ ക്യാമ്പിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമായി. അപ്പൊ എന്തായാലും 250 രൂപ അവർക്ക് കിട്ടിയിട്ടുള്ളൂ. മാനസികമായിട്ട് അവർ ഒന്ന് ഒത്തുവരാനായിട്ട് കുറച്ച് സമയമെടുക്കും അല്ലേ? ഓക്കെ, അതെന്തെങ്കിലും ആവട്ടെ. നമുക്ക് എന്തായാലും നമ്മുടെ ക്യാമ്പിങ്ങിലുള്ള പരിപാടികൾ നോക്കാം. അപ്പൊ ഇനി പർച്ചേസിംഗ് ടൈമാണ് മക്കളെ. തുടങ്ങിയാലോ പർച്ചേസിംഗ്? ഹലോ. അപ്പൊ നമ്മ റെഡ് ടീമിൽ നിന്ന് 3 പേരാണുള്ളത്. അജു, പ്രവി, എഡ്വി. അപ്പൊ ഈ കാണുന്ന 250 രൂപ കൊണ്ട് നമ്മ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പോവാണ്. 3 വയർ നിറയ്ക്കണം അല്ലേ? പോയാലാ? അപ്പൊ പോയാലാ? ടാറ്റാ. അങ്ങനെ നമ്മളുടെ 7000 രൂപ നമ്മുടെ കയ്യിലേക്ക് കിട്ടിയേക്കാണ്. നമ്മൾ പർച്ചേസിങ്ങിന് പോവാണ്. അപ്പോൾ ഇത്രയും പൈസ ഉണ്ട് നമ്മുടെ കയ്യിൽ. 3 പേർക്ക് ഒരു ദിവസം അടിച്ചു പൊളിക്കാനായിട്ട് 7000 രൂപ കിട്ടിയിട്ടുണ്ട്. അപ്പോ ആദ്യത്തെ നമുക്ക് എന്തൊരു സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കട്ടെ? ടെന്റ്, പാപ്പം, പിന്നെ പാപ്പം, പിന്നെയും പാപ്പം. അപ്പൊ എന്തായാലും നമുക്ക് ടെന്റ് അത്യാവശ്യമാണ്. കാരണം നമ്മൾ 1 ഡേ സ്പെൻഡ് ചെയ്യുമ്പോൾ മഴയൊക്കെ വരണമെങ്കിൽ നമുക്കൊരു ടെന്റ് വേണം. അപ്പൊ അതിനുള്ള ബഡ്ജറ്റ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ ആദ്യം ടെന്റിൽ തുടങ്ങിയാണ്. നമ്മള് നേരെ ഡിക്കാത്തലോണിലേക്ക് പോയിട്ട്
അവിടെ നിന്ന് ഏറ്റവും വില കുറഞ്ഞ ടെന്റ് നോക്കി എടുക്കാൻ പോവാണ്. അപ്പൊ എന്തായാലും ബൈ ബൈ. ഞങ്ങളുടെ കയ്യിലാകെ 250 രൂപ കൊണ്ട് ഞങ്ങൾക്ക് കാറൊന്നും വിളിച്ച് പോകാൻ പറ്റില്ല. ഞങ്ങൾ ആകെ സൈക്കിളിലാണ് പോണേ. അതന്നെ 2 സൈക്കിളുണ്ട് 3 പേരുണ്ട്. 250 രൂപയുണ്ട്. എന്ത് ചെയ്യും നോക്കട്ടെ എന്തൊക്കെ വാങ്ങാൻ പറ്റുന്നു. നമ്മ പോണ ഒരു കട, ആ കടക്കുണ്ട് ഒരു പ്രത്യേകത. അതൊരു വെറൈറ്റി കടയാണ്. കട ഞങ്ങൾ കടയെത്തി. നേരത്തെ ഞങ്ങൾ പറഞ്ഞു പ്രത്യേകതയുണ്ടെന്ന്. വേറൊന്നല്ല ഇത് നമ്മുടെ കിരണിന്റെ അച്ഛന്റെ കടയാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ പർച്ചേസ് ചെയ്യാൻ വന്നാക്കണേ. അപ്പൊ നമുക്ക് നോക്കാം. നമ്മുടെ എതിർ ശത്രുവാണ് കിരൺ. അവന്റെ കടയിൽ നിന്ന് തന്നെ നമുക്ക് വാങ്ങാം സാധനങ്ങൾ. അപ്പൊ നമ്മുടെ ആദ്യത്തെ പർച്ചേസ് നമ്മൾ വന്നിരിക്കുന്നത് ഡെക്കാത്തലോണിലാണ്. ഇവിടെ നമ്മൾ എന്താണ് വാങ്ങാൻ പോകുന്നത്? ടെന്റ് വാങ്ങിക്കാൻ പോവാണേ. അങ്ങനെ നമ്മുടെ തേടിയെത്തിയ സാധനം തൊട്ട് പുറകെ ഇരിക്കുന്നുണ്ട്. ഇവിടെ മൊത്തത്തിൽ നോക്കണമെങ്കിൽ ടെന്റുകളാട്ടാ. കിര എങ്ങനെയുണ്ട് നോക്കി എൻ്റെ ഉള്ളിൽ? ഒരിക്കലും ഒഴിവാക്കി നമ്മളതിൻ്റെ ഉള്ളിൽ കയറ്റി വിട്ടു. അപ്പോൾ ഈ കാണുന്ന ടെൻറ്റിന് 2599 രൂപയാണ്. ഇവിടെ നോക്കണമെങ്കിൽ കുറേ ടെൻറ്റുകളുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും ബഡ്ജറ്റ് ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനം, ഏറ്റവും പൈസ കുറഞ്ഞ് കിട്ടുന്ന സാധനം നോക്കി നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇത് പൊന്നോ അടിപൊളി ടെൻറ്റുകളാണ്. അത് നോക്കി എന്ത് രസം നോക്കി, നല്ല അടിപൊളി റേറ്റ്. എൻ്റെ പൊന്നോ 5599 നോക്കണ്ട നമുക്ക്. അപ്പോൾ ഇതേ നമ്മൾ ഈ ഒരു ടെൻറ്റ് എടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ 2599 രൂപയാണ് ഈ ഒരു ടെൻറ്റിന് വന്നിരിക്കുന്നത്. അപ്പോൾ ബാക്കി നമ്മുടെ കയ്യിൽ ഇനിയുള്ളത് 4401 രൂപ. ഇവിടുത്തെ സാധനങ്ങളൊക്കെ കാണുമ്പോൾ കൊതിയാണ്. നമുക്കിതൊക്കെ ഒന്നും വാങ്ങാൻ പറ്റില്ല. കടം പറയാ കിരണിന്റെ അച്ഛനല്ലേ. എന്തൊക്കെ വാങ്ങാം. അതെ നമുക്കില്ലേ പച്ചക്കറി ഒന്നും കുക്ക് ചെയ്യാൻ പറ്റില്ല, പാത്രമില്ല നമ്മുടെ കയ്യിൽ. നമുക്ക് വേണ്ടത് ബ്രെഡ് ഉണ്ടല്ലോ. ബ്രെഡ് വാങ്ങാം. പഴം മേടിക്കാം. പഴം പച്ചക്കില്ല, കുഴപ്പമില്ല. ബ്രെഡ് മേടിക്കാം, ജാം മേടിക്കാം. ബ്രെഡ് 50 രൂപ. 50 രൂപ. അപ്പൊ ബ്രെഡ് വാങ്ങാം. ബ്രെഡ് വാങ്ങാം. ഇത്ര ഒരു പാക്കറ്റ് മതി. ഒരെണ്ണം മതിയോ? ഇല്ലല്ലോ, ഒരെണ്ണത്തെ കയ്യില്ല. അപ്പൊ 1 3 അപ്പൊ 2 രൂപ. ഓ 100 രൂപ പോയിട്ട് അപ്പൊ തന്നെ അങ്ങനെ ഒരു ബെണ്ണാക്കിയാലോ? ജാമ വേണ്ടേ? 5 രൂപ ഉള്ളൂ. അത് വയറുന്നറിയോ? ആ അന്ന് ഒരു നേരത്തെ വയറ് ഇത് നിറയ്ക്ക. നന്നായി കേട്ടാ. കലക്കി. ആ ചേട്ടൻ ഇത് 2 കൊടുക്കാം. 3 പേരില്ലേ? ആ ഓക്കെ, അപ്പൊ സെറ്റായി. നമുക്ക് സ്നാക്സിനുള്ളതായി. അപ്പൊ നമ്മ 2 ബ്രെഡ് എടുക്കുന്നില്ല, അതിന്റെ പകരമായിട്ട് നന്നായി വെറൈറ്റിക്ക് വേണ്ടിട്ട് ഒരു ബണ്ണാണ് എടുക്കണത്. അപ്പൊ റേറ്റ് നോക്കിട്ടാ. 30 രൂപ. 30, 50, 80 ബണ്ണും പഴവും. അപ്പൊ ഇത് 3 അതെ. അപ്പൊ ഇത് 3 നമ്മൾ എടുക്കാൻ പോകുന്നത്. 1 കിലോ കേട്ടാ. 1 കിലോ കൂടണ്ട. ബോണസ് ആയിട്ടാണെങ്കിൽ 2 പഴമൊക്കെ കൂടുതൽ കിട്ടോ. 1.5 ഉണ്ട്. 1.5 വേണ്ട. എടുത്തോളാം. 265 അല്ലേ? അപ്പ എന്തുട്ടോ കുറക്കണ്ടേ ബണ്ണ്. അപ്പൊ ഇവിടെ തെറ്റിയേ. 45 രൂപ ഒരു കാര്യം, പാൽപ്പേട എടുക്കാന്നാ. വേണ്ട, അത് ഒരെണ്ണം കിട്ടുള്ളൂ. ലേസ് 10 രൂപ. 5 രൂപ. എന്ത് 5 രൂപയുടെ ലേസ് മിഠായി. മിഠായി വിക്സ് മിഠായി വേണോ? എന്നൊരു 5 വിക്സ് മിഠായി. വേണ്ട, വിക്സ് മിഠായി വേണ്ട. 5 മറ്റേ ഇത് മതി. സെന്റർ ഫ്രഷ് മതി. പല്ലേക്കണ്ട. പേസ്റ്റും ബ്രഷ് ലാഭിച്ചില്ലേ? അവര് പല്ലേക്കൂല. അവര് ഇതൊന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഞങ്ങൾ 2 ചാക്ക് എടുത്തോട്ടെ. അതിന്റെ പൈസ വേണോ? വേണ്ടല്ല. ഓക്കെ, സന്തോഷം. ചാക്കോക്ക മൂന്നേരം കൂടി എടുത്തോ. 3 എടുക്കണ്ടട്ടാ. വള്ളി എന്തേലും ഉണ്ടോ? ഇത് ഫ്രീ അല്ലേ? നമ്മുടെ സാധനങ്ങളൊക്കെ ചാക്കി വാരിട്ടോ. എന്നിട്ട് നമുക്ക് പോവാം. അവനെ എതിർട്ടീമാണ്ട ഞങ്ങടാ. അവനെ 7000 രൂപ കിട്ടേക്കണേ. അപ്പൊ 7000 രൂപ. ഇതാണ് നമ്മുടെ ബില്ല്. 245 രൂപ. 5 രൂപ നമുക്ക് മിഠായി മേടിച്ച് കറക്റ്റ് 250 രൂപയ്ക്ക് നമ്മൾ പർച്ചേസ് ചെയ്തേക്കാണ്. അപ്പൊ പാക്ക് ചെയ്യാം. സുരേഷ് നല്ല കളർ കിട്ടിയിട്ടുണ്ട്. 4 കുപ്പി വെള്ളം ബാക്കിയിലുണ്ട്. അഭിനതയെ നമ്മുടെ ഭക്ഷണ സാധനങ്ങൾ നമുക്ക് കഴിക്കാനുള്ളതും അതുപോലെ തന്നെ കുറച്ച് വെട്ടത്തിനും വെളിച്ചത്തിനും അലർജിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാനായിട്ട് സൂപ്പർ മാർക്കറ്റിൽ വന്നേക്കാണ്. 28 രൂപ കോഫി. അവിടെ നമ്മൾ റിച്ച് കോഫി പൗഡർ, റിച്ച് പീപ്പിൾ. പാൽപ്പൊടി ഇട്ടാ
3 മാഗി. എനിക്ക് കോൺഫ്ലേക്സ് ആണ്. കോൺഫ്ലേക്സ് നമ്മുടെ കയ്യിൽ കാശ് ഉണ്ടാ, നീ പേടിക്കണ്ടതിനാ. ഇതിനൊക്കെ പൈസ കുറവാണ്. 180 രൂപ. 300 അത്ര റിച്ച് വേണ്ട, നമുക്ക് ഈ റിച്ച് മതി. ഇനി വേറെ സാധനങ്ങൾ കുറവ് വാങ്ങിക്കാനുള്ളതാ. ജിംസ് മിഠായി, പ്രിങ്കിൾസ്, പ്രോട്ടീൻ ബാർ. നമുക്ക് എന്തായാലും ക്യാമ്പ് ചെയ്യുമ്പോൾ പ്രോട്ടീൻ വേണമല്ലോ, അപ്പോൾ പ്രോട്ടീൻ ബാർ നോക്കി നമ്മൾ കൊട്ടകൾ നിറച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ 10 രൂപ കുഴപ്പമില്ലല്ലോ, 210 രൂപ പൊളിക്കാം. ഇളക്കാനുള്ള കയ്യിലെ ആണ്. അപ്പോൾ നമ്മുടെ എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നു പാമ്പും കോണി. നമുക്ക് ക്യാമ്പിങ്ങിന് വേണ്ട വെട്ടത്തിനുള്ള ചെറിയൊരു എമർജൻസി ആണേ. ഇത് കണ്ട കുഞ്ഞിതാണെങ്കിൽ നല്ല വെട്ടം കണ്ട നോക്കി. നമുക്ക് വെറുതെ ഇരിക്കുമ്പോൾ എന്റർടൈൻമെന്റിന് നമുക്ക് വറുത്തിനായിട്ട് മീനെ പിടിക്കാനായിട്ട് ചൂണ്ടക്കുളത്ത് കുഞ്ഞു കുളത്ത് നോക്കി എടുക്കാട്ടാ. മറന്നുപോയി. അങ്ങനെ ഇവിടുത്തെ ബില്ല് 3416 രൂപയായിട്ടുണ്ട്. ഇനിയുണ്ട് മക്കളെ പൈസ കുറച്ചും കൂടി. നമ്മളിത് ഒരു പായയും ഒരു സ്റ്റൂളും വാങ്ങിച്ചേ. നമ്മളിതിൻ്റെ ഇടയിൽ കുടിവെള്ളം വാങ്ങിച്ചായിരുന്നു കേട്ടോ. ഇനി നല്ലത് എത്ര കേട്ടോ? 66. ഇനി നമ്മുടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ക്യാമ്പിങ്ങിന് പോവാൻ കേട്ടോ. നമ്മള് കൊട്ടയും വട്ടിയും സാധനങ്ങളും അല്ലോ. അയ്യോ പാവം നോക്കിയിട്ട് എന്തോരം ചുമടാണ് എടുക്കുന്നത്. അപ്പൊ ഇത്ര സാധനങ്ങൾ നിൽക്കും. പിന്നെ അധികം ചുമടുകളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ നമ്മള് റിച്ച് സെറ്റപ്പ് അല്ലേ, നമ്മ അംബാനി വൈബ്. ഞങ്ങൾ ലക്ഷറി, നിങ്ങൾ ലക്ഷറി ബിഗ്. അതെ, ഈ ചാക്ക് നിറയെ സാധനങ്ങളാണ് നമ്മൾ പറയണത്. 250 രൂപയ്ക്ക് എന്താ ചാക്ക് നിറയൊക്കെ വാങ്ങിയെന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും നമ്മള് നമ്മുടെ പാടത്ത് തന്നെയാണ് നല്ലൊരു ക്യാമ്പിംഗ് സ്പോട്ട് നോക്കിയിട്ട് ക്യാമ്പ് ചെയ്യാനായിട്ട് പോകുന്നേ. എന്തോ സീക്രട്ട് ആയിട്ട് പ്ലാൻ ചെയ്യുകയാണ്. ഒരു പ്ലാനിങ്ങും ഇല്ല, ഹെവി പ്ലാനിങ് കണ്ടപ്പോട്ട് നമുക്ക് പാവങ്ങൾ പ്ലാനിങ് ഒന്നും ഇല്ല. കിട്ടിയ കാശിന് കുറച്ച് സാധനം വാങ്ങിച്ചു. ജമ്പ് തോട്ടിക്കട്ടെ ആകെ ഇപ്പൊ ലക്ഷറി സാധനങ്ങൾ ഇപ്പൊ തോട്ടിക്കിടത്തേ. നീ ജമ്പ് ചെയ്ത് പാടാ. അങ്ങനെ നമ്മൾ ക്യാമ്പ് ചെയ്യാൻ പോകുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൈഡ് പാടവും ഇപ്പുറത്തെ സൈഡ് തോടും. അതായത് ഏകദേശം എല്ലാ റിസോഴ്സും കിട്ടുന്ന രീതിയിലുള്ള സ്ഥലമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ എല്ലാവരും വന്നിട്ട് ഇപ്പോൾ ക്യാമ്പ് ചെയ്യാൻ പോകുന്നത് ഈ കാണുന്ന കരയുടെ അപ്പുറവും ഇപ്പുറമാണ്. അതായത് ഏതെങ്കിലും ഒരു ടീം കരയുടെ അപ്പുറത്തായിരിക്കും, ഒരു ടീം കരയുടെ ഇപ്പുറത്തായിരിക്കും. നിങ്ങൾക്ക് ഏത് സൈഡ് വേണം? അത് ഞങ്ങൾക്ക് അപ്പുറമാണ് വേണ്ടേ? പറ്റൂല, ഞങ്ങൾക്ക് അപ്പുറം വേണ്ട. എടാ നമുക്ക് ഏതാ വേണ്ടേ? നമുക്ക് അപ്പുറം അല്ലേ? ടോസിടാ. അപ്പൊ എന്തായാലും ടോസ് ഇട്ടപ്പോ നമുക്ക് കിട്ടിയത് അപ്പുറത്തെ കരയാണ്, ഇവർക്ക് കിട്ടിയത് ഇപ്പുറത്തെ കരയാണ്. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോയി ടാറ്റാ ബൈ ബൈ. അപ്പൊ ഇവരായിട്ട് നമുക്ക് യാതൊരു ബന്ധമില്ല. നിങ്ങൾ നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കണോട്ടാ. അപ്പൊ നമ്മള് ലാൻഡ് വിടുകയാണ്. അപ്പുറത്തെ ലാൻഡിലാണ് നമ്മളുടെ പരിപാടികൾ. ഒന്നുമില്ല പാവങ്ങള്. ഈ തോടാണ് കേട്ടോ ഞങ്ങളുടെ അതിർത്തി. ഈ രാജ്യത്തിന്റെ അതിർത്തിയാണത്. ഞങ്ങളുടെ കയ്യിൽ കുറെ സാധനങ്ങളുണ്ട്. അപ്പൊ ഇനി നമ്മുടെ ക്യാമ്പിംഗ് പരിപാടികൾ തുടങ്ങുകയാണ്. എന്തായി മക്കളെ വെറുതെ നിക്കണേ? നിങ്ങളുടെ കയ്യിൽ ഒന്നില്ലേ? ഞങ്ങൾ തുടങ്ങണ്ടേ മക്കളെ? എടുക്കണ. ആദ്യമായി ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഞങ്ങൾ ഇന്നലെ 7000 രൂപ കൊടുത്ത് വാങ്ങിച്ച സാധനങ്ങൾ. അങ്ങനെ വിരിച്ചിടറാ. ആദ്യമായി നമ്മൾ ടെന്റ് സെറ്റ് ചെയ്യാൻ പോവാ കേട്ടോ. നിങ്ങക്ക് ടെന്റ് ഒന്നുമില്ലല്ലോ? മഴ പെയ്ത് എന്ത് ചെയ്യും? നോക്കാം നോക്ക്. ഈ അതിർത്തി അങ്ങനെ തെറ്റിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ പറയണേ മുട്ടുകാല് ഞങ്ങൾ തല്ലി പിടിക്കും. അതെ അല്ലേ? ഇട്ടിരുന്നോ? നമ്മുടെ ടെന്റ് സെറ്റപ്പ് നമ്മൾ റെഡിയാക്കാൻ കേട്ടാ. തെങ്ങോട്ടാൻ പോയണം. അവരെന്തോ വലിയ കാര്യമായിട്ട് ലാൻഡിന്റെ അവിടെ എന്തൊക്കെ തപ്പിപ്പോയിട്ടുണ്ട്. നാച്ചുറൽ റിസോഴ്സസ് എടുക്കാൻ വേണ്ടിട്ടായിരിക്കും കേട്ടോ. അപ്പൊ ടെന്റ് കിട്ടാൻ വടിയില്ലാത്തോണ്ട് നമ്മ വടി വെട്ടാൻ പോകും. ഒരാപ്പിളടിച്ച് വെച്ചിക്കട്ടെ. ഇനി സാധനങ്ങൾ വഴിയെ അടിച്ചു മാറ്റണത് കാണാം. അടുത്തൊരു ബലമുള്ളത് എടുക്കാം. അടിന്ന് വിട്ട് മുള്ളാടാ സീനാടാ. ആപ്പിള് റെഡിട്ടാ പന്ന വഴിക്ക് പൊക്കിയതാ. ഇനി സാധനങ്ങൾ പൊക്കണ വീഡിയോ വീണ്ടും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ഷെൽട്ടറാണ് സെറ്റ് ചെയ്യുന്നത്. കാരണം ഇപ്പോഴത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ മഴയും വെയിലൊക്കെ മാറി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ 3 പേർക്ക് കിടക്കാനുള്ള ടെൻറ്റ് നമ്മൾ ആദ്യമേ സെറ്റ് ചെയ്യാണ്. കമ്പോട്ടല്ലേ ഇത് കേട്ടാ. നല്ല ആപ്പിള്. ഒരാപ്പിളിന് പോക്കായിരുന്നല്ലേ? അവരോട്ട് ടെൻ്റ് സെറ്റ് തുടങ്ങി. എന്തിന് ഇപ്പോഴൊക്കെ സെറ്റ് ചെയ്തിട്ടാവോ?
പോവാ അവരവിടെ ഫുഡൊക്കെ കഴിച്ചിരിക്കുന്നു. ഓ അങ്ങനെ നമ്മുടെ ടെൻ്റൊക്കെ നമ്മൾ സെറ്റ് ചെയ്തത് അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ ഷെൽട്ടറിൻ്റെ കാര്യമൊക്കെ അപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ബാംബു ബോയ്സ് മരം വെട്ടാൻ പോയി ബാംബു ബോയ്സ് വരുന്നുണ്ട്. ബാംബു ബോയ്സിൻ്റെ കയ്യിൽ കാര്യമായിട്ട് എന്തൊക്കെയുണ്ടല്ലോ. ഇല്ല ചാക്കീന്ന് എന്ത് പോകാനടാ നോക്ക്. ബാംബു ബോയ്സ് എന്താ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നുണ്ടല്ലോ. ഇവിടത്തെ കിടപ്പൊക്കെ തുടങ്ങിയിട്ടാ അതിൻ്റെ ഉള്ളിൽ നേരത്തെ കയറി കിടന്നു. നോക്കിക്കോട്ടെ, ഇനി ഞങ്ങളുടെ സാധനങ്ങൾ ഇപ്പൊ ഞങ്ങൾ നിരത്താൻ പോവാണ്. ഞങ്ങളുടെ കയ്യിൽ കുറെ സാധനങ്ങളുണ്ട്. നിങ്ങളുടെ പഴം പഴുത്തള്ളല്ല, ഞങ്ങളുടെ പഴം പഴുത്തള്ളല്ല, നോക്കിയത് മേടിക്കണ. ആ പഴുത്തട്ടില്ല കണ്ട പഴുത്ത പഴം കാണണ്ട. അപ്പൊ നമ്മളുടെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണം. ഇതേ പഴമുണ്ടാ, പഴം ഞങ്ങളുടെ കയ്യിൽ പഴമുണ്ടാ. അതെ അവിടെ പഴം തീറ്റ മോനെ നോക്ക്, നല്ല നേന്ത്രപ്പഴം. എന്നിട്ട് റോബസ്റ്റ് അല്ല മോനെ നോക്കി ഞങ്ങളുടെ പ്രോട്ടീൻ കൂടി കണ്ട. പണികളൊക്കെ തുടങ്ങുമ്പോൾ ഒരു എനർജിക്ക് വേണ്ടി പഴം കഴിച്ചാണ്. ഞങ്ങൾ ഉച്ചക്കത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. പാവങ്ങള് ആകെ പഴം മാത്രമേ ഉള്ളൂ തോന്നുന്നു. നമ്മുടെ സാധനങ്ങളൊക്കെ നേരത്തെ കാണിച്ചു കൊടുക്കണ്ടേ അവർക്ക്. നമ്മുടെ ലക്ഷറി സാധനങ്ങളൊക്കെ പുറത്തേക്ക് വരട്ടെ. കപ്പ വറുത്തത്, ചോസൻ ചോക്കോ ഫ്ലേക്സ്, ചൊക്കൻ ചോക്കോ ഫ്ലേക്സ്. നിങ്ങൾക്കാണോ ചൊക്കൻ ചോക്കോ ഫ്ലേക്സ്? പാമ്പും കോണി പ്ലസ് ലുഡോ. ഇതാണ്ട ഞങ്ങളുടെ പ്രത്യേകത. അവർക്ക് എന്റർടൈൻമെന്റിന് വേണ്ടി ഇനി വെള്ളത്തിൽ ചാടി വല്ല ഞാഞ്ഞൂളിനെയോ തേങ്ങയോ മാങ്ങയോ ഒക്കെ പിടിക്കേണ്ടി വരും. പക്ഷെ ഞങ്ങളുടെ കയ്യിലുള്ളത് വെരി വെരി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ലുഡോ ഞങ്ങൾ അവതരിപ്പിക്കുന്ന ലുഡോ. ഞങ്ങളുടെ കയ്യിൽ ബ്രെഡ് ഉണ്ട്, ബിസ്ക്കറ്റ് ഉണ്ട്. എന്തൊരു സാധനങ്ങളാടാ. ഞങ്ങളുടെ കയ്യിൽ നൂഡിൽസ് ഉണ്ട്. നൂഡിൽസ് ഇട്ടോളൂ. അപ്പൊ നമ്മുടെ ബ്ലൂ ടീമിന്റെ സെറ്റപ്പുകളൊക്കെ റെഡി ആയി. ഇപ്പൊ നോക്കിയേ നമ്മുടെ സാധനങ്ങൾ എന്തൊരു സാധനങ്ങളാണ് നമുക്ക്. എന്റെ പൊന്നൊരു കട തുടങ്ങാനുള്ള എല്ലാ സാധനങ്ങളും 24 മണിക്കൂറല്ല കേട്ടോ, ഒരാഴ്ചക്കുള്ള സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ ഇപ്പൊ ഒരു മഴ വന്നാലോ വെയിൽ വന്നാലോ നമുക്ക് പേടിക്കാനില്ല. നമ്മുടെ ബാക്കിൽ ടെന്റ് ഉണ്ട്. ഇപ്പൊ അപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ഒരാൾ തല മാന്തിയിരിക്കണ്. ഇപ്പുറത്താണെങ്കിൽ ചാക്ക് കീറി ഇതിന്റെ ഹോം മെയ്ഡ് ടെന്റാ ഇതിന്റെ പറയുന്നേ സിസ്റ്റമാറ്റിക് ടെന്റ് മറപ്പുര ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങള് നേരത്തെ റെഡിയായി. പ്രവീണേ നടക്കാവല്ലോ, മഴയൂട്ടാ. എന്തോരം സാധനങ്ങളാണ് ഇതേ. നമ്മുടെ പ്രോട്ടീൻ ബാറ്, ബിസ്ക്കറ്റ്, ബ്രെഡ്, ചോക്കോസ്, ഫ്രൂട്ട്സ് ഒക്കെ ആണെങ്കിൽ 3 തരം ഫ്രൂട്ട്സ്. പക്ഷെ എൻ്റെ പൊന്നോ പൊള്ളി സാധനങ്ങൾ കേട്ടാ. അവിടെ നോക്കിയേ ഒരു ഏകാന്ത മൂകത. അവൾക്ക് ആകെ ഉള്ളത് ഇതേ തെങ്ങിന്റെ മുകളിൽ നോക്കുകയാണെങ്കിൽ ഒരു തേങ്ങയായിട്ട് ഉണ്ടായിക്കൊണ്ടിട്ടാ. നമ്മളിവിടെ നിന്ന് കഴിക്കുമ്പോൾ നമുക്ക് വിഷ്വലി കാണാനുള്ള കാഴ്ചകളാണ് അവർ തരുന്നത്. 3 നേരം അവിടെ പണിയെടുക്കണ്. സെറ്റപ്പ് പൊളി. ഈ കോല് വേണ്ട നമുക്ക് തെങ്ങുമ്പോ കേട്ടാ. കെട്ടണ്ട അടി കയറി നോക്കിയാ ഹൈറ്റ് കറക്കണം നോക്കിയാ. ആടാ സെറ്റപ്പ് സാധനം. എന്തേ സെറ്റപ്പ് സാധനം. അപ്പൊ ഞങ്ങൾ ടെന്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ മറ്റേ എന്താണ് കടന്നെ പിടിച്ച ടെന്റ്. ടെന്റിന്റെ ഉള്ളിൽ കയറിയ ചൂടെടുക്കും നമുക്ക് 4 വർഷം. അതന്നെ എടാ നിങ്ങളുടെ ടെന്റിന്റെ ഉള്ളിൽ കയറി ചൂടെടുക്കൂടാ. നിങ്ങക്ക് ആകെ തുറക്കാൻ ഒരു വിൻഡല്ലുള്ളൂ. ഞങ്ങക്ക് 4 സൈഡും ഉണ്ടാ. അയ്യടോ പേട്ടനല്ലേ ഞങ്ങൾ നോക്കിയേ. 4 സൈഡും ഇതാണ്. 4 സൈഡും ഞങ്ങക്ക് കാറ്റൊക്കെ കൊണ്ടിരിക്കുക. നല്ല കാറ്റ് കൊള്ളാൻ പറ്റും. പാടത്ത് വരുമ്പോ നല്ല കാറ്റ് കൊള്ളാൻ പറ്റിയ സ്ഥലം വേണം അല്ലേ. കണ്ടാ പാടത്തെ കാറ്റുണ്ടെങ്കിൽ ഇതുപോലത്തെ ടെന്റ് തന്നെ വേണം. കിടക്കാനുള്ള സെറ്റപ്പ് റെഡി ആയിട്ടില്ല ഇവിടെ അല്ലേ ജു. പഴം വേണം. പഴം വേണം. ഞങ്ങളുടെ റോബസ്റ്റ് പഴം ഉണ്ട്. റോബസ്റ്റ് പഴം അവിടെ ലക്ഷറി ലൈഫ് തുടങ്ങിട്ടാ. ഞങ്ങക്ക് പിന്നെ ടെൻഷൻ ഇല്ല. കാരണം ഞങ്ങളുടെ എല്ലാം ഉണ്ട് അല്ലെ. ഞങ്ങക്ക് ഇവിടെ എല്ലാം ഉണ്ട്. പറയേ മീന്തപ്പഴുണ്ട്, ആപ്പിളുണ്ട്, പഴമുള്ളത് ക്ലാസ് അത്. പ്രോട്ടീൻ ബാർ ഉണ്ട്, പ്രിങ്കിൾസ് ഉണ്ട്, എല്ലാം ഉണ്ട്. കുടിക്കാൻ കൊക്കക്കോല ഒരുപാട് സാധനങ്ങളുണ്ട്. കൊക്കക്കോള വെച്ചില്ല എന്നാലും കുഴപ്പമില്ല. പക്ഷെ കുറെ സാധനങ്ങളുണ്ട്. 3 പേര് ഉണ്ടായിരുന്ന ഒരു ടീമിലെ 2 പേരേ ഉള്ളൂ. എവിടെ ചോദിച്ചപ്പോ കാട്ടിന്ന് എന്താ പറയാനാടാ പഴവും കായൊക്കെ പറിക്കാൻ പോയിക്കണത്. റെഡ് ടീമിന് വേണ്ടി റെഡ് പുഷ്പം, റെഡ് ടീമിന് വേണ്ടി റെഡ് പൂവ്.
അതെ നീല കളർ ചെയ്ത് പൂവുള്ളത് പറ. അത് പറഞ്ഞോണ്ട് നോക്കി കുറച്ച് കഴിയുമ്പോ തേങ്ങ ഇടും. മോള് തേങ്ങ ഉണ്ട്. ഈ ഒരെണ്ണം കൊട്ട തേങ്ങയാണ് നിങ്ങളുടെ പോണത്. നിങ്ങൾ ഇങ്ങനെ കയറി കാണണം. എനിക്കതിനുള്ള ആരോഗ്യം ഉണ്ടാ, ഞാൻ വയറ് വെച്ച് കയറൂടാ. നോക്കി പോണോട്ടാ. ഒരാളും ചക്ക കയറി പോണോക്കി ആ ഒരു തേങ്ങക്ക് വേണ്ടിട്ടാ. തേങ്ങ പോയി. തേങ്ങ പോണ്. കടലിനക്കര പോണോരെ, കടപ്പൊന്നിന് പോണോരെ, കരിക്ക കൊട്ടത്തേങ്ങ കൊട്ടത്തേങ്ങ. തല്ലിപ്പൊളിച്ചാങ്ങ തിന്നും. അവർക്ക് കൊട്ടത്തേങ്ങ ഉണ്ട്. ടീം റെഡിന് കിട്ടിയിരിക്കുന്നു ഒരു കൊട്ടത്തേങ്ങ. ചേടാ അവര് നോക്കിയ പണിയെടുക്കണം പിള്ളേരാണ്ടാ, നമ്മളെ പോലെ ഒന്നല്ല. നീ ഇങ്ങനെ തിന്നും കുടിച്ച് ജീവിച്ചോ, നമുക്ക് കുറച്ചൊക്കെ തിന്നിരിക്കാം. എടാ നമുക്കൊരു തേങ്ങ ഉണ്ട്, ഇടാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടാ? ഞങ്ങൾക്ക് ഉണ്ടാ തേങ്ങ ഇടാൻ പറ്റിയ ആള്. ബ്ലൂ ടീമിന് വേണ്ടി കിരൺ കയറുന്നു തേങ്ങ. ബ്ലൂ ടീമിന്റെ അഭിമാനമായ കിരൺ കയറുന്നു വീണ്ടും തേങ്ങ. നാട്ടിക്കളെ കേറാ, ഞാൻ കെട്ടി തരുന്നു. കേറ്, സപ്പോർട്ട് വരാം. ഇവിടെ വരെ നിനക്ക് പറ്റും. കയറണ്ടാ? കാരണം ഇപ്പൊ കയറാ. കയറല്ലേ നിനക്ക്? ഇത് തിണ്ടി കിട്ടിന്റെ ബാക്കി ആ പോട്ടെ. ഒന്ന് വേണ്ട വേണ്ട ഞങ്ങൾക്ക് വേണ്ട. ആ കേറിക്കോടാ. അതെ ലൂസാവണ വള്ളി. അഭിമാന പ്രശ്നമാണ്. നീ കേറ്, തളപ്പം വെച്ച് എങ്ങനെയും കയറണം. നീ നമ്മുടെ അഭിമാന പ്രശ്നമാണത്. എവിടെയാണെങ്കിലും ഇട്ടോ നീ സാധനം, നീ ആ കരിക്ക് ഇട്ടോ ഇടണം. നമ്മ അഭിമാനികളാണെന്ന് തെളിയിക്കണം. ഞങ്ങൾ അഭിമാനികളാ. അതന്നെ കേറ്. അതെ ഞാൻ തെങ്ങേറ്റക്കാരനെ ബാക്കി 210 എന്നാലും കുഴപ്പമില്ല. നീ കേറ്, ഞങ്ങളെ നമുക്ക് കരിക്ക് വേണം. ഞങ്ങൾക്ക് കേറടാ. ആ കേടാ പറ്റും. ആ കീര 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 ഗ്രിപ്പ് കിട്ടും. ഗ്രിപ്പിട്ടാണ് കാല്. ഇനി ഞാൻ നോക്കാം. ആ ആ ആ ആ ഇത് പിടിച്ചേ, ഞാൻ കേറാ. ഞാൻ ചോദിച്ചേ ഇതിങ്ങനൊന്നല്ല. ഞങ്ങൾക്ക് വേണ്ട കരിക്ക്. വീട്ടിൽ പോണ്ടേ? പുകയില്ലാത്ത അടുപ്പാ. ഇങ്ങനെയുണ്ടാ പുകയില്ലാത്ത അടുപ്പ്? അതന്നെ. നമ്മളെ തീ കത്തിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ മോനെ. പാത്രം എടുത്താ പിന്നെ നമ്മുടെ നൂഡിൽസ് ഉണ്ടാക്കാനുള്ള പാത്രം വെച്ച് ചൂടായി അത്യാവശ്യം ചൂടായിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ നൂഡിൽസ്. വെള്ളം ഒഴിച്ചു. മണ്ണ് തുറന്നുള്ള അടുപ്പ് വെറൈറ്റി സാധനമാണ്. അങ്ങനെ നമ്മുടെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുപ്പത്തുനിന്ന് ഇറക്കാട്ടാ. നൂഡിൽസ് പോയേ, അത് പ്ലാസ്റ്റിക്കിന്റെ കവറാടാ. സാധനോട് സേഫാണ്. ഒരു തുള്ളിയിലും പുറത്തില്ല. പോന്നോട്ടെ നൂഡിൽസ് പോന്നോട്ടെ. ഇവിടേക്ക് ചൂട്. അവിടെ നിന്ന് പ്രാകണ്ട ഒരു ഇളക്കം പിടിക്കുന്നൊക്കെ. അത് നോക്കി വെള്ളം ഇറക്കുമ്പോ അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷം. ശരിയാ, നിങ്ങൾ പോയി കിടന്നു നോക്കൂ, ഞങ്ങൾക്ക് കൊതിയിട്ടു അല്ലെങ്കിൽ അല്ലടാ. ഇനി നിങ്ങൾക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം. അതന്നെ, ഞങ്ങൾക്ക് സുഖമായിട്ട് നൂഡിൽസ് ഒക്കെ കഴിച്ചിരിക്കാം. നൂഡിൽസ് വേണോ? ഒഴുക്കിവിടാ. എന്നാ കുറച്ച് വാരിത്തരാം. ഇതേ ഇപ്പോൾ നമ്മുടെ നൂഡിൽസ് ഒക്കെ ഉണ്ടാക്കിയല്ലേ പാവങ്ങൾ, ബ്രെഡ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. വേടാ നൂഡിൽസ് കഴിക്കാൻ വന്നില്ലേ? കണ്ട റെഡ് ടീം അതിർത്തി ലംഘിച്ച് നൂഡിൽസ് കഴിക്കാൻ വന്നേക്കാണ്. കഴിച്ചോ. എന്നാലും ക്യാമറ വാങ്ങിക്കോളി പോണേ. ബാ, ക്യാമറ റെക്കോർഡിംഗ് അല്ല, എടുത്ത് എഡിറ്റ് ചെയ്യണ സാധനല്ലേ? ആരും എഡിറ്റ് ചെയ്യണേ? ഇത് കുറച്ച് അവനും കൊടുത്തോ. എങ്ങനെയുണ്ട് ഞങ്ങളുടെ നൂഡിൽസ്? നല്ല സ്വന്ത് കട്ട് ഞാൻ വന്നേക്കണാണ്. അവിടെ പോണേ. ഇത് പിടിച്ചേ കണ്ട, കട്ട് തിന്നാൻ വന്നേക്കണ നോക്കി. ഇത് പിടിച്ചാടാ, കട്ട് തിന്നാൻ വന്നേക്കണ കള്ളൻ.
നമ്മുടെ സാധനം വന്ന് അടിച്ചുകൊണ്ട് പോയി തിന്നു. നിനക്ക് നാണം ഉണ്ടാടാ? നമ്മ പാടയച്ചുണ്ടാക്കിയ സാധനം നമ്മളോട് സൗഹൃദം ഭാവിച്ച് വന്ന് 2 പ്ലേറ്റ് അടിച്ചുകൊണ്ട് പോയി. നാണുണ്ടാടാ? നമ്മൾ വെറുതെ വിളിച്ചു വരുത്തി, ഒരു സ്പൂണ് കൊടുക്കാൻ വിചാരിച്ച് വിളിച്ചു വരുത്തിയപ്പോൾ നമ്മളുണ്ടാക്കിയ പാത്രം അടക്കം എടുത്തുകൊണ്ട് പോയിട്ടാ. നാണുണ്ടാടാ? ഓ തിന്നുകഴിഞ്ഞല്ല പ്ലേറ്റ് നക്കി തുടച്ചിട്ടേ അതില് പുക പിടിച്ചിട്ടുണ്ടെന്ന്. പുകച്ചോട്ടാ നമ്മ ഉണ്ടാക്കിയ സാധനം ഒരു നാണുമില്ലാണ്ട് ഇവിടെ നിന്ന് അടിച്ചോണ്ട് പോയിട്ട് അതില് പുകച്ചൂരാണെന്ന്. അങ്ങനെ ഉച്ച ഭക്ഷണത്തിന് ശേഷം നമ്മളിതേ പാത്രമൊക്കെ കഴുകി എടുത്ത് വെക്കാണ്. റെഡ് ടീം ഞങ്ങൾ പാത്രം കഴുകണമെന്ന് പറയാൻ നോക്കി നിൽക്കാണ്. ഈ വെള്ളത്തിലാണ് ഞങ്ങൾ നൂഡിൽസ് ഉണ്ടാക്കിയത്. അപ്പോഴോ അങ്ങനെ ഉച്ചക്കാലത്തെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു ചെറിയ മയക്കത്തിന് പോവാണ്. അപ്പൊ രണ്ടൊരകത്തും ഒരാൾ പുറത്തും. ഇത് കാവലാണ് ട്ടാ. അതായത് നമ്മുടെ ഈ ഭക്ഷണം കട്ടുകൊണ്ട് പോവാതിരിക്കാൻ വേണ്ടിട്ടാ. അങ്ങനെ ഞങ്ങള് ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് വയറൊക്കെ ഫുള്ളായിരുന്നേ. നല്ല സുഖമായിട്ടാണ് ഉറങ്ങാൻ പറ്റി. അവരെ പോലെ നല്ല കാറ്റ് കൊണ്ട് എടുക്കാൻ പറ്റി. അതന്നെ ബാക്കിലത്തെ സെറ്റിങ്സ് ഒക്കെ മാറ്റിട്ടാ പുതിയ അപ്ഡേഷൻ കൊണ്ടുവന്നുണ്ട്. ഇതാണ് പുതിയ അപ്ഡേഷൻ. എന്താണത്? എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. തെങ്ങിന്റെ കീഴിലൊരു ടെന്റ്, വെന്റിലേഷൻ കൂട്ടി. എടാ മാമിക്ക് തീറ്റ നിർത്തടാ. ഇതേടാ കപ്പ് മിഠായി. എടാ ദേടാ കണ്ട സാധനം കണ്ട നിങ്ങളുടെ തന്നത് പുഷപ്പ്. ഞാഞ്ഞൂള് ഇത് വെച്ചിട്ടുണ്ട് നമ്മൾ ചൂണ്ടിട്ട് മീൻ പിടിക്കാൻ പോണേ. ചൂണ്ടക്കോല് സിമ്പിൾ പരിപാടികളാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോണേ. അപ്പൊ ഇനി നമ്മള് കാത്തിരുന്ന മത്സ്യബന്ധനമാണ്. അവർക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചൂണ്ടിടുന്നത് വീഡിയോ എടുക്കാൻ വന്നിട്ടുണ്ട്. നോക്കട്ടെ ഞങ്ങ മീനൊക്കെ ഇട്ടോന്ന് പൊളിക്കണതേ. ഇട്ട് 10 വരെ മണിക്കുള്ളിൽ ആദ്യത്തെ മീൻ പിടിക്കും നമ്മള്. 1 2 3 4 5 6 8 9 9:30 9:45 10. ഫസ്റ്റ് ഫിഷ് നമ്മൾ അതിവിദഗ്ധമായി ആദ്യത്തെ മീനെ പിടിച്ചേക്കാണ്. നോക്ക് മക്കളെ പള്ളത്തി കുട്ടരടാ സാധനം എടുക്ക്. എന്ത് വെള്ളം നിറക്കി പിന്നെ പിടിക്കാൻ പോണം. 10 മണിക്കുള്ളിൽ 1 2 3 4 5 6 7 8 9 10. അടുത്ത മീനെ നമ്മൾ പിടിച്ചിരിക്കുകയാണ്. രണ്ടാമത്തെ മീൻ നമ്മൾ കരക്കിയിട്ടിരിക്കുകയാണ്. എന്താണ് സെക്കൻഡ് ഫിഷ്. അങ്ങനെ നമ്മുടെ ചൂണ്ടിടലൊക്കെ അവസാനം നമ്മൾ നിർത്തേണ്ടത്. നോക്കിയേ ഇത്ര അധികം മീനാണ്. നോക്കി നമുക്ക് കിട്ടിയ മീൻ നോക്കിയടാ, ഒരു ലോഡ് മീൻ. അമ്പോ നോക്കിയേ കണ്ട, ഇത്ര അധികം മീനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമ്മളിന്ന് പിടിച്ച പള്ളത്തി മീനുകളെ നമ്മൾ തൽക്കാലം ഇന്ന് റിലീസ് ചെയ്യാനായിട്ട് പോവാണ്. കാരണം ഇന്ന് പ്രത്യേകിച്ച് നമ്മൾ ഇവരെ കൊണ്ടൊന്നും ചെയ്യുന്നില്ല. അപ്പൊ നമ്മുടെ എന്തോരം മീനാന്ന് നോക്കി. മീനെ മുഴുവൻ നമ്മൾ പോയി ജീവിക്കും മക്കളെ, രക്ഷപ്പെട് പള്ളത്തിക്കുട്ടന്മാരെ പോ. ഒരു നന്മ ചെയ്തപ്പോ എന്തൊരു സന്തോഷം. അങ്ങനെ പണിപ്പാളി മക്കളെ. നല്ല മഴ വരുന്നുണ്ട്. നോക്കി ഇനിയാണ് അവിടുത്തെ കാഴ്ചകൾ കാണാൻ പോകുന്നത് കേട്ടോ. നമ്മളെന്തായാലും നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്ത് നേരെ ടെന്റിന്റെ ഉള്ളിൽ കയറാണ്. മോനെ നമ്മുടെ കൊട്ടമട്ടിക്ക് എടുത്ത് കയറിക്കോടാ. പോട്ടെ നീ പോണ മണ്ടന്മാരെ, മഴ ആസ്വദിക്കാൻ പറയാണ്ട് കൂടിനകത്ത് കയറിയിരിക്കണ മണ്ടന്മാരെ. കയറിയിരിക്കും, നമുക്ക് മഴ കൊണ്ടിരിക്കാം. മഴയും മഴ കൂടിയിട്ടാ. മഴ അവര് കൂട്ടി കയറി. വിശാലമായിട്ടിരിക്കാം. ഒരു കുടക്ക് അവരുടെ വാതിലൊക്കെ അടച്ചിട്ടാ. അവരുടെ നിഗൂഢ രഹസ്യങ്ങൾ ഇപ്പോൾ ചോദിക്കാം. പുറത്ത് നല്ല മഴ കേട്ടാ. മഴത്തുള്ളികൾ ഇങ്ങനെ
വീണ് പോകണം നമുക്ക് കാണാൻ പറ്റും. തുറന്ന് പുറത്ത് നിന്നിട്ടാണ് അവസ്ഥ കള്ളപ്പാട്ട് കേൾക്കുന്നത്. നമ്മളെ രഹസ്യങ്ങൾ നോക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ലൈറ്റ് കാണണ്ടല്ലോ എന്തിനാണോ പരിപാടി. അപ്പോൾ ഈ മഴയൊക്കെ പെയ്തു തുടങ്ങിയപ്പോൾ ചെറിയൊരു ആംബിയൻസ് ലൈറ്റൊക്കെ എടുത്ത് കത്തിച്ച് വെച്ചൊക്കെയാണ്. എന്തായാലും മറ്റേ സെറ്റപ്പ് കൊള്ളാം കേട്ടോ. 2 ചാക്കും വെച്ചിട്ട് അവിടെ നോക്കി അടിപൊളിയാക്കിയിട്ട് മഴ നനയണ്ടായില്ലെന്ന് അറിയില്ല. എന്തായാലും അവിടെ ഇരിക്കുന്നുണ്ട് ഇണക്കുരുവികളെ പോലെ. പുറത്തെ മഴയൊക്കെ ഒതുങ്ങി തുടങ്ങിയിട്ടാ. അകത്ത് തീറ്റ മാത്രം. ഇവരെ കൊണ്ടുവന്നത് വന്നപ്പോൾ തുടങ്ങി എന്തെങ്കിലും തിന്നുകൊണ്ടിരിക്കണം അവന്. വിശപ്പ്. എടാ മഴ കൊള്ളണ്ടാ, മഴ കൊള്ളണ്ടാ. ഒട്ടും മഴയില്ല അവിടെ. ലീക്ക് ഉണ്ടാ? ഓക്കെ. അപ്പൊ അവിടെ ലീക്കൊന്നും ഇല്ലെന്നാണ് പറയണത്. അക്കരയിൽ അവർ സേഫ് ആയിട്ടിരിക്കുന്നു, ഇക്കരയിൽ ഞങ്ങൾ സേഫ് ആയിട്ടിരിക്കുന്നു. ഞങ്ങളുടെ കയ്യിൽ കൊടയൊക്കെ ഉണ്ട്. നമ്മുടെ ടെന്റിന്റെ ഉള്ളിൽ ദിവ്യ വെളിച്ചം. നമ്മളിൽ കുറേ ഉണ്ട് വിളക്ക്. ചേട്ടാ എല്ലാ വിളക്ക് കൊടുക്കും. ഓ പൊളി. ഇപ്പൊ നോക്കിയേ, ഇതിന്റെ ഉള്ളിൽ അത്യാവശ്യം ദിവ്യ വെളിച്ചമൊക്കെ വരുന്നുണ്ട്. പുറത്തവിടെ ഇരുട്ടൊക്കെ ആയി തുടങ്ങി. കണ്ട അവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല. എന്തോ വെളിച്ചം. ഫോണിന്റെ വെളിച്ചാട്ടാണ്. അവരവിടെ ലൈറ്റ് ആണുണ്ട്. അവരെന്തോ മറ്റേ സാധനം മേടിച്ചിട്ടുണ്ട് ഉള്ളിൽ. ലേറ്റ് അല്ലേ, എമർജൻസി ആയിരിക്കും. നമുക്കപ്പോ കത്തിക്കണ്ടേ? ഇളക്ക് ഞങ്ങൾ കത്തിക്കും. കുറച്ച് തീയോടാ ഉള്ളില്. ഉള്ളി തീടെ മൂളി കത്തിക്കും, മൂളി കത്തിക്കും. അതിന് പറഞ്ഞു മഴ തുള്ളികൾ. ഇവിടെ വെട്ടം. ഇപ്പൊ നല്ല വെട്ടമില്ല. കളിക്കും. ടോർച്ചാ ഞങ്ങളടുത്തോണ്ടാ, ഞങ്ങളുടെ വെട്ടോണ്ടാ. ബില്ലാട്ടനോട്ടെ ഞങ്ങക്ക്. ഡാൻസ് കളിക്കും. എമർജൻസി അല്ല, നമുക്ക് സ്വന്തം സ്റ്റാൻഡും ഉണ്ട്, തിരിയുമുണ്ട്. കിലുക്ക് കുത്ത്, കിലുക്ക് കുത്ത്. 10 20 20. അപ്പൊ നമ്മുടെ ഏകദേശം 1 2 3 4 5 5 6 മെഴുകുതിരി ഉണ്ട്. ആ മെഴുകുതിരി കൊണ്ടാണ് ഇന്നത്തെ രാത്രി ഞങ്ങൾ കഴിച്ചുകൂടാൻ പോകുന്നത്. അതിലത്തെ വെട്ടം അണഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കിടന്നുറങ്ങുന്നതാണ്. അതന്നെ, തിരി തീർന്ന അപ്പൊ ഞങ്ങൾ കിടക്കും. അയ്യോ. അപ്പൊ പുറത്ത് വീണ്ടും നല്ല മഴ കേട്ടോ, ഒരു രക്ഷയില്ല. ഇതൊന്നും കിട്ടും തോന്നുന്നുള്ളേ. നമുക്ക് തിന്നാൻ നമുക്ക് ബ്രെഡും മീനും ബട്ടറൊക്കെ ഉണ്ട്. ബ്രെഡും മീനും ബട്ടറൊക്കെ ഉണ്ട്. സത്യം പറയാല്ല നല്ല മഴ കേട്ടോ, പുറത്ത് ഒരു രക്ഷയില്ല. എന്തായിരിക്കും ഇപ്പൊ അവരുടെ അവസ്ഥ അല്ലേ? നനഞ്ഞിട്ടുണ്ടാവും. അടിപൊളി. ഇതേ എന്തായാലും നമുക്ക് അവരുടെ അവസ്ഥ എന്നിട്ടാന്ന് ഞാനിപ്പോ കാണിച്ചു തരാം കേട്ടോ. എവിടെ നമ്മുടെ സിബ്. അപ്പൊ ഇതേ സിബ് തുറന്ന് അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ അവിടെ വേറെ ലെവല്. എടാ എന്തുണ്ടാ മഴയത്ത് മഴ കൊള്ളണ്ടാ? അടിപൊളിയായിട്ടാ. അവിടെ മഴയത്ത് അവര് തെങ്ങൊക്കെ കത്തിച്ചോണ്ടിരിക്കുകയാണ്. തെങ്ങുമ്പോ തീറ്റേക്കടാ. എന്തിനാ തെങ്ങിന് തീറ്റേക്കടാ? എടാ നിങ്ങളുടെ തീരെയൊക്കെ കെട്ടടാ മോനെ. ഞങ്ങളത് കഴിക്കാൻ പോവാണ്. നിങ്ങക്ക് ഇനി പാചകമൊക്കെ ചെയ്യണ്ടേ? ഞങ്ങൾക്ക് നേരെ കഴിച്ചാ മതി. കണ്ട് രാത്രി അധികം ഫുഡ് കഴിച്ചാലേ ദഹിക്കില്ല. അവിടെ ഒച്ചമ്പേളൊന്നും ഇല്ലല്ലോ. ചത്ത വീട് മാതിരിയായത്. ഞങ്ങളുടെ ഡാൻസ് കളിക്കാം. ഞങ്ങളുടെ പാമ്പുകോണി ഉണ്ടോ? ഞങ്ങൾക്ക് കളിച്ചിരുന്നു. നമ്മുടെ ടെന്റ് അടിപൊളി. സെറ്റപ്പ് 250 സെറ്റപ്പ്. ഓക്കെ
ഇതിലും വലുത് വല്ല കാണാനുണ്ട് ഇനി. അതന്നെ 7,000 ഒക്കെ 7,000 7,000 രൂപ തരുന്നുണ്ട്. എടാ മോനെ ഇത് പൊളിയാണ്. ഞങ്ങൾ പാമ്പും കോണി കളിക്കുകയാണ്. പാമ്പും കോണി കിൽക്കൂത്ത് കിൽക്കൂത്ത് പോലീസ് പിടിച്ചിട്ടോ? ആ കണ്ട് നിങ്ങക്ക് ഈ രാത്രിയിൽ പാമ്പും കൂടി കളിക്കുക വേറെ വല്ല കളി കളിച്ചൂടെ? ഞങ്ങൾക്ക് ഇതാണ് ഇഷ്ടം. നിങ്ങൾക്ക് കിൽക്കുത്ത് കളിക്കാം. അതന്നെ ടെന്റൊക്കെ ഉള്ള വേറെ കളി കളിച്ചു നോക്ക്. എൻജോയ് ചെയ്യണേ നിങ്ങളെ പോലെ. ഞങ്ങളുടെ ഒന്ന് പോടാ ഇവിടെ ഇങ്ങനത്തെ കളി കളിക്കുന്നത് രാത്രിയിൽ. എടാ മഴ ആസ്വദിക്കാനുള്ളതാണ് അല്ല നിങ്ങളെ പോലെ ടെന്നകത്ത് കയറി വെറുതെ ഇത് കഴിച്ചൊരു കാര്യമില്ല. അപ്പൊ ഫുഡ് കഴിച്ചാലാ? അവരെന്തായാലും ഇനി നോക്കിക്കണ്ട. അവരിനി പച്ചക്കറിയൊക്കെ അരിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴാന്നാവും. നമുക്കപ്പ ഭയങ്കര വെട്ടടിക്കല് പോടാ. പിന്നെ തട്ടിക്കൂട്ട് സെറ്റപ്പ് 250 സെറ്റപ്പാണത്. കുറച്ച് കഴിയുമ്പോ കണ്ട് ടെന്റിന് തീയൊക്കെ. അപ്പൊ അവർക്ക് കൂടുതൽ വെട്ടം കിട്ടും. കണ്ട ഹൈ ക്വാളിറ്റി ബ്രെഡും ജാമും ഉണ്ട്. വെറും ജാമല്ല, മിക്സഡ് ഫ്രൂട്ട് ജാം. അത്രേ ഉള്ളൂ. വേണ്ട ഞങ്ങക്ക് ഇവിടെ അതിൽ കിട്ടുന്ന സാധനം. അതിന് മഴയല്ലേ, കത്തിക്കാൻ പറ്റില്ല പുറത്ത്. അവിടെ കുപ്പി കട്ട് ചെയ്തിട്ടേ എന്തുകൊണ്ടാണ് പരിപാടി? ഉറങ്ങട്ടെ. ഞങ്ങ ശല്യപ്പെടുത്തല്ലേ, ഉറക്കം വരും. ഞങ്ങൾക്ക് ഒരു കുഞ്ഞു കൂരേ ഉള്ളൂ. മഴയാണ് മഴ. ഉറങ്ങട്ടെ. അപ്പുറത്തെ അവന്മാര് ബ്രെഡും ജാമും കഴിക്കുമ്പോൾ നമ്മുടെ വെറൈറ്റി സാധനം ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ മഴ ഇതൊന്നും പുറത്ത് തീയിടാൻ പറ്റാത്ത കാരണം നമ്മൾ ഇന്ന് കോൾഡ് ചോക്കോസാണ് ഉണ്ടാക്കാൻ പോണത്. പിന്നെ നമ്മുടെ ചോക്കോസ് കഞ്ഞി എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? എന്തിനാണ് അവിടെ സ്പെഷ്യൽ? നമുക്ക് കിടന്നുറങ്ങാം. ഇനി വയ്യ. 1 2 3 ഉദിക്കോ. അങ്ങനെ പുറത്ത് നല്ല മഴയുണ്ട്. നമ്മളിപ്പോൾ കിടന്നുറങ്ങാനുള്ള പരിപാടിയാണ്. എനിക്ക് അവരെ പറ്റി ആലോചിക്കുമ്പോൾ കഷ്ടം തോന്നുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മുമ്പിൽ അവർ ചിരിച്ചൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും അവരുടെ കിടന്നിറങ്ങുന്ന സ്ഥലത്തൊക്കെ നല്ല രീതിക്ക് വെള്ളം കയറിയിട്ടുണ്ട്. മൂടൊക്കെ നനഞ്ഞിട്ടുണ്ട്. ഇരിക്കണ എല്ലാത്തിൻ്റെയും മൂട് നനഞ്ഞിട്ടുണ്ട്. രാത്രി കിടന്നുറങ്ങാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അവർക്ക്. അല്ലേ, നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ട് അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കണ്ടെങ്കിലും അവിടെ മൊത്തത്തിൽ വെള്ളം കയറി. പക്ഷെ അവർ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളെ കാണിക്കാനാണെങ്കിലും അവർ എൻജോയ് ചെയ്യുന്നുണ്ട്. ചീത്ത വിളിക്കുന്നുണ്ട്. നമ്മുടെ ഫുഡ് ഐറ്റംസ് വന്ന് കട്ടുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇനി നാളെ കാലത്ത് ബാക്കി യുദ്ധം കിടന്നുറങ്ങാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മളിത് ലൈറ്റൊക്കെ ഓഫ് ചെയ്യാണ്. ഇവിടുത്തെ എല്ലാ ലൈറ്റ് ഓഫ് ചെയ്ത് നമ്മുടെ ആംബിയൻസ് ലൈറ്റ് ഇരുന്നോട്ടെ. എന്തെങ്കിലും ഇടയിൽ വന്ന് കട്ടുകൊണ്ട് പോകണ്ടെന്ന് അറിയില്ല. അവന്മാർ കള്ളന്മാരാണ്. എന്തെങ്കിലുമൊക്കെ വന്ന് കട്ടുകൊണ്ട് പോകും. അപ്പോൾ ശരിട്ടാ, ഗുഡ് നൈറ്റ്, ബൈ ബൈ. ഗുഡ് മോർണിംഗ്. അവന്മാരുടെ ഒച്ചപ്പാടും വെള്ളമൊക്കെ കേട്ടിട്ട് നമ്മൾ കേട്ടോ. അവന്മാർ ഭയങ്കര വീഡിയോ ഷൂട്ടിംഗ് ഒക്കെ ആണ് തോന്നുന്നത്. ഞങ്ങൾക്ക് പുറത്തിറങ്ങാനേ തോന്നുന്നില്ല, കാരണം ഭയങ്കര മഴ. അയ്യോ, നല്ല രസം അല്ലേ? ഇതേടാ ഹായ് ഉണ്ട്, അവിടെ ടെൻ്റ് അവിടെ ഉണ്ട്. ഹലോ, ഞങ്ങൾക്ക് നല്ലോണം ഉറങ്ങാൻ പറ്റും. അവിടെ എങ്ങനെ ഉണ്ടായി? ആണോ? അടിപൊളി. ഇവിടെ നല്ല ഉറക്കമായിരുന്നു. ഇപ്പോഴും എനിക്കിട്ടില്ല. ഇന്റർനാഷണൽ കാപ്പി കുടിക്കാൻ ആർക്കെങ്കിലും വരണം എന്നുണ്ടെങ്കിൽ വരാം. ഞങ്ങൾ ഇങ്ങനെ വെറൈറ്റി കാപ്പിയൊക്കെ കുടിക്കട്ടോ. എനിക്ക് കുറച്ച് പാല് കൂട്ടിട്ടോ. മറ്റേത് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കൂലേ? അടിക്ക് ചായ അടിക്കുക. ആ, ഞങ്ങളുടെ കാപ്പി അടിക്ക് നോക്കി. ആ പകുതിയല്ലേ, ഞങ്ങൾക്ക് പകുതി മതി. ഡിസ്പോസിബിളാ. ഇനിയിപ്പോ ഈ മഴയത്ത് നമ്മള് മോനെ വിഷയം ഞങ്ങൾ ഇട്ട് മനസ്സാരാ. ഞങ്ങള് കാപ്പി കുടിക്കാൻ കണ്ടിട്ട് കൊതിയെട്ടി വന്നേക്കാ. ഒരു ഗ്ലാസ് കാപ്പി അതിനൊന്ന് വെച്ചിട്ട് ഞങ്ങക്ക് എടാ നമ്മളെ കാപ്പി കണ്ടിട്ട് ഒരു ഗ്ലാസ് കാപ്പി കൊതിയെട്ടി വന്നേക്കണ്ട. നാണില്ലാണ്ട് വന്നേക്കാണ്. എടാ ഞങ്ങ കാപ്പി കുടിക്കാൻ വേണ്ടിട്ട് ഒരു ഗ്ലാസ് കാപ്പി തരാന്ന് പറഞ്ഞിട്ട് അതിർത്തി ലംഘിച്ച് നാണില്ലാണ്ട് വന്നു. പിന്നെ പാവങ്ങള് വന്ന് ചോദിക്കുമ്പോ നമ്മ കൊടുക്കും. നീ പറയണ്ട. ഞാനും എന്താളും
ആ 3 പേരും ചാക്കും കൊണ്ട് ടെന്റുണ്ടാക്കി. ആ ടെന്റിലാണ് വീണ്ടന്മാരും ബ്രെഡും കൊണ്ട് കൊണ്ടുണ്ടാക്കി. അങ്ങനെ ഒരു ദിവസത്തെ ക്യാമ്പിങ്, ഈ ചാക്കിലുണ്ടാക്കിയ ക്യാമ്പിങ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ ബാക്കിയായ ഇത്ര വെള്ളമുണ്ട്. അവരുടെ ക്യാമ്പിങ് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല, കാരണം ചായ ഒന്നും മര്യാദക്ക് റെഡി ആയിട്ടില്ല. ഇപ്പോഴും 3 ഗ്ലാസ് വന്ന് വാങ്ങിച്ചിട്ട് പോയി ആടില്ലാണ്ട്. 3 ഒരു ഗ്ലാസ്സിൽ പകുതി തന്ന്, ഒരു ഗ്ലാസ്സിൽ പകുതി, ബാക്കി പകുതി പതായിരുന്നു അല്ലേ. അങ്ങനെ ഞങ്ങളുടെ ക്യാമ്പിങ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഡിസ്ലൈക്ക് ചെയ്യുക. റെഡ് ടീമിനെ പറ്റി പറയുമെങ്കിൽ അടിപൊളിയാണ്. കാരണം എന്താണെന്നറിയോ, 250 രൂപ അവർക്ക് കിട്ടിയിട്ടുള്ളെങ്കിലും ആ പൈസക്ക് മൊത്തം അവര് ബ്രെഡും ചാക്കും വാങ്ങിച്ചിട്ട് നാടൂലാണ്ട് ഞങ്ങൾ ഒരു സാധനം പോലെ അവര് മര്യാദക്ക് ഇരിക്കാണ്ട് ഞങ്ങൾ വെച്ച കാപ്പി, ഞങ്ങൾ വെച്ച നൂഡിൽസ്, ഞങ്ങൾ വാങ്ങിച്ച സ്നാക്സ് ഒക്കെ എടുത്തില്ല. അവസാനം ലേസ്, ഒരു സാധനം ഇല്ലാണ്ടൊക്കെ ഞങ്ങളുടെ സ്നിക്കേഴ്സ് കട്ടുണ്ടായി, ഞങ്ങളുടെ പ്രോട്ടീൻ ബാർ കട്ടുണ്ടായി. ഞങ്ങൾ തന്ന് വലിയ വാങ്ങിയ എല്ലാ സാധനങ്ങളും അടിച്ചു മാറ്റി കൊണ്ടുപോയിട്ടാണ് ഈ ഡയലോഗ് അടിക്കണം. ഞാൻ പറയാം, ഇവര് ക്യാമറ ഓഫ് ചെയ്തടിച്ചിട്ട് ഞങ്ങളോട് ചോദിക്കും വേണോ വേണോ വേണോന്ന്. എന്നിട്ട് ഞങ്ങൾ വരുമ്പോ ഇവര് ക്യാമറ ഓൺ ആക്കിയിട്ട് ഇങ്ങനെ തരും. അല്ല, നേരെ ഓപ്പോസിറ്റ് ആണ്, നേരെ ഓപ്പോസിറ്റ് അങ്ങനല്ലേ. കംപ്ലീറ്റഡ് മിഷൻ അക്കംപ്ലിഷ്ഡ്. അങ്ങനെ നമ്മളുടെ ഒരു ഫുൾ ഡേ ക്യാമ്പിങ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ലക്ഷറി ആയിരുന്നു കേട്ടോ, നമ്മൾ ആരെയും കാണിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, നമ്മളുടെ ഏറ്റവും സൗകര്യത്തിന് വേണ്ടിയിട്ട് അടിപൊളി ടെന്റ് ഒരെണ്ണം വാങ്ങിച്ചു, പിന്നെ നമുക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിച്ചു. അല്ലാണ്ട് നമ്മൾ എന്താ പറയുക, ദാനം ചെയ്തു. നമ്മൾ മാത്രമായിട്ട് കഴിക്കാൻ പാടില്ല, നമ്മൾ എടുത്ത ഫുഡൊക്കെ പകുതി അവർക്ക് കൊടുത്തൂല്ലേ. ആദ്യം നമ്മൾ കൊടുക്കണം എന്ന് വിചാരിച്ചത്, പക്ഷെ നമുക്കൊരു മനുഷ്യത്വം, പിന്നെ ഇങ്ങനെ എരന്നൊക്കെ ചോദിച്ചു തരൂ, എടാ എന്തുണ്ടാക്കിയേക്കണേ, അത് കട്ടുകൊണ്ട് പോവും. അങ്ങനെ ദേ തിന്ന് കൊടുത്ത് വീർത്ത 3 എണ്ണമാണ് ഇവിടെ നിൽക്കുന്നത്. ടേസ്റ്റ് ഉണ്ടായിരുന്നോ? ഞങ്ങൾ ഉണ്ടാക്കി തന്ന സാധനങ്ങൾക്കൊക്കെ ടേസ്റ്റ് ഉണ്ടായിരുന്നാ? പുകശൂര് അട്ടെ എല്ലാം കഴിച്ച് ഒരു നുള്ളു പോലാണ്ടൊക്കെ തിന്ന് തീർത്ത് എന്നിട്ട് അതിന് പുകച്ചൂരായിരുന്നു കേട്ടോ. അപ്പൊ എന്തായാലും 250 രൂപയുടെ അവരുടെ ക്യാമ്പിങ് അടിപൊളിയായിരുന്നു കേട്ടോ. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ 250 രൂപയ്ക്ക് അവര് ചാക്ക് വാങ്ങിച്ച് അവിടെ തൂക്കിയിട്ട്, എന്നിട്ട് ഞങ്ങൾ വാങ്ങിച്ച ഫുഡിൽ നിന്ന് ഞങ്ങൾക്ക് പക്ഷെ ആരുടെ ഇറക്കേണ്ട വന്നിട്ടില്ല. ഞങ്ങൾ വാങ്ങിയ സാധനത്തിൽ ഇതൊക്കെ ഇപ്പോഴും റിച്ച്, ഇപ്പോഴും സാധനങ്ങൾ ബാക്കി നമ്പർ അതന്നെ. ഇത് ഓഫാവാൻ നോക്കിക്കാണ് ബാക്കി സാധനങ്ങൾ കൂടി കഴിക്കാനായിട്ട്. അപ്പൊ എന്തായാലും മച്ചാന്മാരെ, ഇന്നത്തെ നമ്മളുടെ ഒരു ക്യാമ്പിംഗ് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഹാപ്പി അല്ലേ? നമ്മൾ ഹാപ്പിയാണ്. ഓക്കെ, ബൈ.